ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്റ്റേക്കേഷനായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തേത്. ഡിസംബർ സമയമല്ലേ, നല്ല മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയ സമയം കേട്ടോ. നമ്മുടെ വീടിൻ്റെയൊക്കെ അവിടെയാണെങ്കിലും ചില ദിവസങ്ങളിൽ ചെറുതായിട്ട് മഞ്ഞൊക്കെ കാണാം. അപ്പം കൂടുതൽ മഞ്ഞ് ആസ്വദിക്കാനും ഒരു 3 ദിവസം അടിപൊളിയാക്കാനും ചില്ല് ചെയ്യാനും വേണ്ടി ഞാനും എൻ്റെ കുട്ടാഫിയുടെ കൂടെ ചുമ്മാ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു 3 ദിവസം സ്റ്റേക്കേഷന് വന്നതാണ്. വാഗമണിലാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം, എപ്പോഴും ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ള 2 സ്ഥലങ്ങളാണ്. എത്ര തന്നെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. വാഗമൺ, മൂന്നാർ എന്ന് പറയുന്നത്. വാഗമണിലും മൂന്നാറിലൊക്കെ ഇപ്പം നല്ല കാലാവസ്ഥയാണ്, നല്ല മഞ്ഞൊക്കെ ഉണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സ് ഇന്ന് മോർണിംഗ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോഴും മൂന്നാറിലൊക്കെ നിറയെ മഞ്ഞാണ്. ഇവിടെ അതുപോലെ തന്നെ യെസ്റ്റർഡേ ഒക്കെ ഈവനിങ് കുറച്ച് മഴയൊക്കെ പെയ്ത് മൊത്തം ഇവിടെ കംപ്ലീറ്റ് മഞ്ഞായിരുന്നു എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. മോണ്ടിക്കൽ ഗ്ലാംസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേജ് ഉണ്ട്, ഗൂഗിളിൽ നോക്കിയാലും കാണാം. ഇവിടുത്തെ ഇമേജസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും ഒക്കെ കാണാം. വാഗമൺ ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ്, അധികം വരാനില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റേക്കേഷൻ മോണ്ടിക്കൽ ഗ്ലാംസിലാണ്. ബാക്കി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലൂടെയൊക്കെ കാണുകയും പറയുകയും ചെയ്യാം. കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കോഫിയൊക്കെ ഇട്ട് കുടിക്കാനുള്ള സംഭവങ്ങൾ, പിന്നെ ഒരു ചെറിയ ഡ്രോ. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? മിനി ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഡ്രിങ്ക്സാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണേ. ഒരു എക്സ്ട്രാ ബെഡ് വെച്ചിട്ടുണ്ട്. നമ്മളവിടെ നമ്മുടെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട്. വീഡിയോയിലൊക്കെ വരാതെ ഒതുങ്ങി മാറിക്കുക. നമ്മുടെ ബാഗ് കിട്ടിയോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. നമ്മളെ തന്നെ വീഡിയോ എവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ യെസ്റ്റർഡേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇതിപ്പോൾ ഉച്ച സമയമായ കാരണം പുറത്ത് മഞ്ഞൊന്നും കാണാനില്ല. നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ജീവി കയറി, അതിനെ ഇറക്കി വിട്ടേ. ഇതാണ് നമ്മുടെ ബെഡ്, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഫാനുണ്ട്, സെൻട്രലൈസ്ഡ് AC ആട്ടോ. ഇവിടെ വെയിലുള്ള സമയത്താണെങ്കിലും നമുക്ക് ചൂടെടുക്കാതെയൊക്കെ ഇരിക്കാം. ഇവിടെ വാഷ് ഏരിയ, വാഷ് ബേസിൻ ഇവിടെ സെപ്പറേറ്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇതാണ് ടോയ്ലറ്റ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്, പുതിയതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 നൈറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന പ്ലാനിലുള്ളത്. അപ്പോൾ ഇന്ന് 3, 4, 5 5-ാം തീയതി നമ്മൾ ചെക്കൗട്ടാ. ഇഷ്ടമായോ നിങ്ങൾക്ക്? എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. നമ്മളിങ്ങനെ ഞാൻ ഇതിന് മുന്നേ പോയ റിസോർട്ട് വേറെ ടൈപ്പിലുള്ളതായിരുന്നു. അത് പ്രീമിയം പ്രോപ്പർട്ടി തന്നെയാണ്, രാഗമയ റിസോർട്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അതിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നത്, അത് കഴിഞ്ഞ മാസം അല്ല, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റേ ആണ്. ഇതും രസം കേട്ടോ, മഞ്ഞുള്ള സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റേ. പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെക്കിനായി നമ്മൾ റൂമിൽ എത്തിയതല്ലേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഇതിന് മുന്നേ ഇതുപോലത്തെ പ്രോപ്പർട്ടി വിൽമോണ്ടിലും പോയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ആംബിയൻസും ഡിഫറെൻ്റ് ആണ്. നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്കൊക്കെ നിറയെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്, ഭയങ്കര ഭംഗിയുണ്ട് അവിടെ കാണാൻ. ഈവനിങ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു വാക്കിനൊക്കെ പോകും, അല്ലേടാ? അപ്പോൾ ഞാൻ
അതെ, വെയിലൊന്ന് മാറട്ടെ. നമ്മളിപ്പം ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ ഫുൾ കണ്ടു തീർന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ബാലൻസ് വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഞാൻ തന്നെ ഒന്ന് കാണട്ടെ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കോഫി കുടിക്കുന്ന സമയത്ത് കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാൻ പോവാം. അവിടെ ആയിട്ട് ഒരു റിസോർട്ട് ഉണ്ട്. ഇവിടെ മൊത്തം 7 ഡോംസ് അല്ലേ ഉള്ളേ. ഗ്ലാംസ് ഒന്നും പറയൂലേ ഇതിന്. അപ്പൊ ഈ ഡോം അതിനെന്താ വ്യത്യാസം എന്താ? ഡോം എന്ന് പറഞ്ഞാൽ ഷേപ്പിനാ പറയുന്ന ഒരു പേരല്ല. ഇതുപോലെ തന്നെ ഷേപ്പ് ആയിരുന്നില്ല അതിന്. അപ്പൊ മൊത്തം 7 ഇതാ ഗ്ലാംസാ ഇവിടെ ഉള്ളത്. പിന്നെ ഏരിയ ഒന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ. മൊത്തം ഞാൻ ഡീറ്റെയിൽസ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് കൂടുതൽ പറയാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത കാരണം വേറെ ഒന്നും എനിക്കറിയില്ല. സംഭവം അടിപൊളി, ആദ്യം ഞാൻ പറയാം. നിറയെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിട്ടുപോയി. പഴമുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അനാറുണ്ട്. നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കഴിക്കാം. തൽക്കാലം ഇത് ഇവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കാൻ ഇതിങ്ങനെ പൊതിഞ്ഞ് തന്നെ ഇരിക്കട്ടെ. തൊട്ടേക്ക് ഇടുന്നിട്ടോ, പിന്നെ കഴിക്കാം. ഇപ്പം കഴിച്ചാലേ ചോറുണ്ണാൻ പറ്റില്ല. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും നല്ല റിസോർട്ടിലൊക്കെ പോയിട്ട് ഒരു 2 ദിവസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഞാൻ മുന്നേ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അഷ്മിത എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ കൂടെയൊക്കെ നമ്മൾ റിസോർട്ടിൻ്റെ പേര് അമാന റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, കുട്ടിക്കാനം. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് പൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം, അവള് നല്ല ഫുഡിയാണ്, ഞാനും നല്ല ഫുഡിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കുറച്ച് ദിവസം മുന്നേ ഈ സ്റ്റേക്കേഷൻ നമ്മൾ ബുക്ക് ചെയ്യുന്ന ആ സമയത്ത് അതാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. ഒരു 2 ദിവസം എവിടെയെങ്കിലും പോയി, ഞാൻ ആളുടെ അടുത്തും പറയുമായിരുന്നു 2 ദിവസം എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ വെറുതെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോണൊക്കെ നോക്കി. പിന്നെ എപ്പോഴും നോക്കുന്നത്, എന്നാലും ഇതിൻ്റെ കൂടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്ത്. ഈ ഇടയ്ക്ക് ട്രോൾസ് വരുന്നത് കണ്ടിട്ടില്ലേ, നമ്മുടെ സ്റ്റോറി നമ്മൾ തന്നെ ഒരു 100 പ്രാവശ്യം എടുത്ത് നോക്കുന്ന പോലെ. അതുപോലെ കേട്ടോ, നമ്മൾ എന്തെങ്കിലും നല്ല സ്ഥലത്തൊക്കെ ചെന്നിട്ട് സ്റ്റോറി കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കുറേ പ്രാവശ്യം എടുത്ത് നോക്കും. ഇങ്ങനെ നല്ല നല്ല ക്ലിക്സ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റോറിയൊക്കെ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്ത് ഇങ്ങനെ 2 ദിവസം വെറുതെ ഇരിക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ആ ദിവസം വന്നിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യണം. ഇവിടെ ഇപ്പം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്, സൈക്ലിംഗ് ഉണ്ട് കേട്ടോ. സൈക്ലിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, പൂളുണ്ട്, ജാക്യൂസി ഉണ്ട്. ജാക്യൂസി അല്ലേ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് കാര്യങ്ങള് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമായ കാരണം നല്ല പൂക്കൾക്ക് നല്ല ഭംഗിയാണ്, നല്ല കളറൊക്കെ വെച്ചിരിക്കും. നമ്മുടെ അവിടെ ഒന്നും ഇത്ര ഇതുപോലത്തെ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളല്ലാത്ത കാരണം പൂക്കൾക്കൊന്നും അത്ര, ചെടിയുടെ ഇലകൾക്കൊന്നും അത്ര കളർ വരത്തില്ല. ഇവിടെ ആ കളറൊക്കെ ഭയങ്കര ഇങ്ങനെ എടുത്ത് നിൽക്കും, നല്ല രസമുണ്ട് കാണാൻ. വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് വേണം പോയി കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നിനക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. ഇവിടെ ഇരിക്കാം. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വെറുതെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. സ്ഥലമൊക്കെ ചുറ്റി കാണാനും പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ജാക്യൂസിയൊക്കെ ഉള്ള ഒരു ഗ്ലാം കേട്ടോ. ഒരു പുതിയ
അവരുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അവിടെയാണ്. പണി നടക്കുന്നുള്ളൂ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അവരുടെ വ്യൂ അമേസിങ് ആട്ടോ. ആ ഹട്ടെടുക്കുന്നവരുടെ വ്യൂ സൂപ്പറാണ്. പിന്നെ ഇത് അതുപോലെ തന്നെ അടുത്തത് പണിയാനുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. വാഗമണിലെ മൊട്ടക്കുന്നുകളും പുൽമേടും ഒക്കെയാണ് ഈ കാണുന്നത്. നൈസ്. ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതിങ്ങനെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അടുത്തത് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ. ബിക്കോസ് ഈ കയറുന്ന ആ ഒരു ഭാഗം എല്ലാം അവർ കംപ്ലീറ്റ് മറച്ചിട്ടുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാഴ്ച വരത്തില്ല. ഇതാണ് നമ്മുടെ പൂൾ ഏരിയ. അതെ, നല്ല ക്ലൈമറ്റോ. വെയിലും ഇല്ല മഴയില്ല. അതുകൊണ്ട് ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. എന്തുവാണ് ഇത് കാണുന്നത്? നമ്മളുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വന്നിട്ടോ. ഓണിയൻ പക്കോട ആയിരുന്നു ഇന്നത്തെ സ്നാക്ക്. നമ്മൾ ഓണിയൻ പക്കോടയാണ് ഓർഡർ ചെയ്തത്. ഇത് മാത്രം മതിയെന്ന് വെച്ചു. നമ്മൾ പുറത്തിരുന്നാണ് ഇന്ന് ചായ കുടിക്കുന്നത്. സോസ് ഉണ്ടോ? അതോ സോസ് വന്നിട്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ നേരിൽ കാണുമ്പോഴത്തേക്കും നല്ല മഞ്ഞൊക്കെ ഉണ്ട്. പൈനാപ്പിൾ ചിക്കൻ സാലഡ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് എഗെയിൻ ഇത് തന്നെ ഓർഡർ ചെയ്ത് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. കണ്ടോ, ഫുള്ള് മഞ്ഞാണ്. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങിയതാട്ടോ. ആണോ? ശരിക്കും ഓ, ഞാൻ അവിടെ തണുത്ത് മരവിക്കുക. തൂളുമഴയും പെയ്യുന്നുണ്ട്. തണുപ്പുണ്ടോ വെള്ളത്തിന്? ഇല്ലേ? മഴ പെയ്തിട്ടും ഞാൻ ഇൻസ്റ്റാ വീഡിയോ എടുക്കണ.
അപ്പോൾ നമ്മുടെ സ്റ്റേക്കേഷൻ കഴിഞ്ഞ് 2 നൈറ്റ് സ്റ്റേ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ.